ഇന്ന് ഓർഗനൈസറിലൊരു ലേഖനമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്ന് അവരുടേതായ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെ വിശകലനം ചെയ്യാണ്. അവർ പറയുന്നത് ഈ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ ഒരു 10-11 പേരുടെ പേര് അവരിങ്ങനെ പറയാണ്. അതിൽ ഒന്നാമത്തെ പേര് പറഞ്ഞാൽ ജോൺ ബ്രിട്ടാസ് MPയുടെയാണ്. 11ാമത്തെ പേരാണ് സോനം വാങ്ചുക്കിന്റെ പേര്. അപ്പോൾ RSS എന്തുകൊണ്ടായിരിക്കും ജോൺ ബ്രിട്ടാസ് MPയെയും ഒക്കെ ഒന്നാം നമ്പറുകാരായിട്ട് ഒരു 10-11 പേരെ ഇങ്ങനെ ചുണ്ണാമ്പ് തൊട്ട് വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ സമരത്തിന്റെ മൊബിലൈസേഷനിൽ വളരെ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ലെഫ്റ്റ് സ്റ്റുഡൻസ് യൂണിയൻസ് ആണ്, ഇടത് വിദ്യാർത്ഥി സംഘടനകളാണ്, പ്രത്യേകിച്ചും SFIയും ISIയും പോലുള്ള സംഘടനകളാണ്, ASFും. അപ്പോൾ അതെന്തുകൊണ്ട് RSS തിരിച്ചറിയുന്നു ചോദിച്ചാൽ, അതർവൈസ് ഒരു കുറേയധികം വിദ്യാർത്ഥി, പ്രത്യേകിച്ചും ടീനേജേഴ്സും യുവാക്കളുമായ വിദ്യാർത്ഥികൾ മൊബിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വൻതോതിലുള്ള അനാർക്കിയും അക്രമവുമായി മാറും. അവരാരും നിയന്ത്രിക്കാനില്ല. അഭിജിത് ദീപ്കയ്ക്കോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന മറ്റ് നേതാക്കൾക്കോ CJP നേതാക്കൾക്കൊന്നും ഈ യൂത്തിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ രാജ്യത്ത് കണ്ടിട്ടുള്ള മറ്റേത് സമരത്തെക്കാളും ആ അർത്ഥത്തിൽ ഓർഗനൈസ്ഡ് ആയിരുന്നു, അച്ചടക്കമുള്ളതായിരുന്നു.